സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിച്ച് പൂച്ചപ്പെട്ട് കിടക്കുന്ന കേരളത്തിന്റെ ഖജനാവ് പണം കൊണ്ട് നിറയ്ക്കും. ഗവൺമെന്റിന്റെ ആദ്യത്തെ ഡ്യൂട്ടി പണമുണ്ടാക്കലാണ്. അധികാരത്തിലേറുന്നതിന് മുൻപ് മുഖ്യമന്ത്രിയും ധനമന്ത്രിയുമായ വി.ഡി. സതീശൻ തള്ളിമറച്ച ഈ വമ്പൻ വാഗ്ദാനങ്ങൾ എവിടെ പോയി? ഭരണം മാറിയിട്ടും ഖജനാവിലെ വറുതി മാറിയില്ലെന്ന് മാത്രമല്ല, അബദ്ധ പഞ്ചാംഗമായ ഭരണനിർവഹണം കൊണ്ട് സംസ്ഥാനത്തെ പൂർണ്ണ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തള്ളിയിട്ടിരിക്കുകയാണ് നിലവിലെ UDF സർക്കാർ. നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ പാദത്തിൽ 33,311.21 കോടി രൂപ റവന്യൂ വരുമാനം ലഭിച്ചിട്ടും ഖജനാവ് വറ്റി വരണ്ടു നിൽക്കുന്നത് സർക്കാരിന്റെ കേവലമായ അനാസ്ഥയും ധൂർത്തും കൊണ്ടാണ്. വരുമാനം കൂടിയിട്ടും ചെലവും കടമെടുപ്പും വൻതോതിൽ കുതിച്ചുയർന്നതോടെ എന്തു ചെയ്യണമെന്നറിയാതെ കൈമലർത്തുകയാണ് ധനവകുപ്പ്. അധികാരത്തിൽ വന്ന് ചുരുങ്ങിയ കാലയളവിനുള്ളിൽ 4 തവണയായി 10,000 കോടിയോളം രൂപയാണ് കടമെടുത്തത്. മുൻ സർക്കാരിന്റെ കടമെടുപ്പിനെ വിമർശിച്ച് അധികാരത്തിൽ കയറിയവർ ഇപ്പോൾ നാട് മുഴുവൻ പിരിവെടുക്കേണ്ട അവസ്ഥയിലാണ്. തുടർച്ചയായ സാമ്പത്തിക അടിയന്തരാവസ്ഥയ്ക്ക് സമാനമായ സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അടുത്ത ബജറ്റിന് മുന്നോടിയായി ധനവകുപ്പ് പുറത്തിറക്കിയ സർക്കുലർ സർക്കാരിന്റെ പൂർണ്ണ പരാജയത്തിന്റെ ഔദ്യോഗിക സാക്ഷ്യപത്രമാണ്. ജനങ്ങൾക്ക് നൽകേണ്ട ആനുകൂല്യങ്ങളും വികസന പ്രവർത്തനങ്ങളും വെട്ടിച്ചുരുക്കാൻ വകുപ്പുകൾക്ക് കർശന നിർദ്ദേശം നൽകിയിരിക്കുന്നു. സാമ്പത്തിക ലാഭമില്ലാത്ത പദ്ധതികൾ ഉപേക്ഷിക്കണം, മാറ്റിവെക്കാവുന്ന അറ്റകുറ്റപ്പണികൾ പോലും ചെയ്യരുത് എന്നാണ് സർക്കുലറിലെ നിർദ്ദേശം. അതായത് റോഡുകളിലെ കുഴിയടയ്ക്കൽ പോലും ഇനി നടക്കില്ല. പുതിയ തസ്തികകൾ സൃഷ്ടിക്കില്ലെന്ന് വ്യക്തമാക്കിയ സർക്കാർ നിലവിലുള്ള താൽക്കാലിക ജീവനക്കാരെ കൂട്ടത്തോടെ പിരിച്ചുവിടാനുള്ള ഗൂഢനീക്കത്തിലാണ്. താൽക്കാലികക്കാരെ നിലനിർത്തണോ എന്ന് പരിശോധിക്കാൻ നിർദ്ദേശിച്ചതിലൂടെ 10,000-കണക്കിന് യുവാക്കളുടെ പ്രതീക്ഷകളാണ് നിലയ്ക്കുന്നത്. ശമ്പളമേതര പദ്ധതി ചെലവുകൾ ഒരണ പോലും കൂട്ടരുതെന്നും മുൻ വർഷത്തേക്കാൾ ചെലവ് കൂടിയാൽ കാരണം ബോധിപ്പിക്കണമെന്നും പറഞ്ഞ് ഉദ്യോഗസ്ഥരുടെ കൈകാലുകൾ കെട്ടിയിട്ടിരിക്കുകയാണ്. കടം വാങ്ങി മുടിയുകയും മുൻ സർക്കാരിനെ കുറ്റം പറഞ്ഞ് ധവളപത്രമിറക്കി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുകയും ചെയ്ത സതീശൻ സർക്കാരിന് സാമ്പത്തിക കാര്യങ്ങളിൽ യാതൊരു കാഴ്ചപ്പാടുമില്ലെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. നികുതി കുടിശ്ശിക പോലും പിരിച്ചെടുക്കാൻ കഴിവില്ലാത്ത ധനവകുപ്പ് സെപ്റ്റംബർ 20-നകം കണക്കുകൾ നൽകാൻ വകുപ്പുകളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് വരാനിരിക്കുന്ന വലിയ ദുരന്തത്തിന്റെ സൂചനയാണ്. ഭരിക്കാനറിയാതെ ജനങ്ങളെ വഞ്ചിക്കുകയും ജനപ്രിയ പദ്ധതികൾ വെട്ടിച്ചുരുക്കി നാടിനെ പട്ടിണിയിലേക്ക് തള്ളിയിടുകയും ചെയ്യുന്ന ഈ കടമെടുപ്പ് സർക്കാരിനെതിരെ ശക്തമായ ജനരോഷമാണ് ഉയർന്നു വരുന്നത്.